ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. പിന്നെ ഇപ്പം ഞാൻ പോകുന്നത് നമ്മുടെ അന്നൊരു ദിവസം ഒരു കാവിൻ്റെ കഥ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ആ കാവിൽ നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ കൊണ്ടുപോയ സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. നല്ല ദിവസമൊക്കെ ആയിട്ട് ഭഗവാനത്തെ ചന്ദനത്തിരിയൊക്കെ കൊണ്ടുപോകുവാണ്. അപ്പോൾ അത് നമുക്ക് ഭഗവാനെ മറന്നുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഭഗവാൻ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വൃത്തിയാക്കി ഇനി അമ്പലത്തിലൊന്ന് പോയിട്ട് വീട്ടിൽ തിരിച്ച് വന്നിട്ട് വേണം ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇതാണ് എൻ്റെ ഓണക്കോടി. ഓക്കെ, സാരിയൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ചുരിദാറാണ്. ഇത് മകളുടെ ഗിഫ്റ്റ്. നമ്മളങ്ങനെ കാവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എല്ലാ ദിവസവും പൂജയും വഴിപാടും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഇതാണ് ആ കാവ്, സർപ്പധർമ്മ ദൈവസ്ഥാനം. കണ്ടോ ദൈവങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീ ലക്ഷ്മി നാരായണ ക്ഷേത്രം, അങ്ങോട്ടേക്കാണ്. അത് മൂർത്തിങ്കൽ ശ്രീ ലക്ഷ്മി നാരായണ ക്ഷേത്രം, വേളൂർ വട്ടം, അങ്ങനെയാണ് അതിൻ്റെ അഡ്രസ്സ്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. ഇതാണ് ക്ഷേത്രം, ലക്ഷ്മി നാരായണ ക്ഷേത്രം. ഹാപ്പി ഓണം. ഞാൻ ഇത് ഇവിടുത്തെ ഇതൊന്നും എടുത്തതാ. ഹായ്. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്നും തിരികെ ഇറങ്ങി ഇപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാൻ. അതിപ്പം ഇഡ്ഡലി സാമ്പാറുമാണല്ലോ. അപ്പോൾ സാധാരണ അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലി സാമ്പാറുമാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ചെന്നിട്ട് വെച്ചാൽ മാത്രം മതി. അതിനുശേഷം പിന്നെ കണ്ടിന്യൂവേഷനായിട്ട് ഇന്ന് എന്തെല്ലാം വെക്കണമെന്നാണ് ചിന്തിച്ചിരിക്കുന്നതെന്ന് പറയട്ടെ. ഇന്ന് രാവിലെ തുടങ്ങിയാൽ ആദ്യം പാൽ ചായ വെക്കും, അതിനുശേഷം ഇഡ്ഡലിയും സാമ്പാറും വെക്കും, അതിനുശേഷം ചോറ്. വർഷങ്ങളായിട്ട് ഞാൻ ഗ്യാസിലാണ് ചോറ് വെക്കാറ്. പക്ഷേ ഇന്ന് എനിക്കൊരാഗ്രഹം, അടുപ്പിൽ തീ കൂട്ടിയിട്ട് ചോറ് വെക്കണമെന്ന്. അപ്പം ചോറങ്ങനെ വെക്കണം. പിന്നെ പരിപ്പുണ്ടല്ലോ, ചെറുപയർ പരിപ്പ്, അത് നമ്മൾ ചോലൊഴിച്ച് കഴിക്കുന്ന നെയ്യൊക്കെ ഒഴിച്ച്, അപ്പം അത് വെക്കണം. സാമ്പാർ വെക്കണം, എരിശ്ശേരി വെക്കണം, ബീട്രൂട്ട് പച്ചടി അത് വെക്കണം. പിന്നെന്താ, ആ മാങ്ങയുടെ അച്ചാർ വെക്കണം, പായസം വെക്കണം, പപ്പടം ഉണ്ട്. പിന്നെ പഴം ഇന്ന് പോയി മേടിക്കണം, കാരണം ഇന്നലെ എൻ്റെ മകളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് വാങ്ങാൻ മറന്നുപോയി. അപ്പോൾ അത് കാരണം പഴമൊക്കെ ഇന്ന് വാങ്ങണം. ഇപ്പോൾ ഇത്ര തൽക്കാലം വയ്ക്കുന്നുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തോരനൊക്കെ റെഡിയാക്കണം. കുറച്ച് മീൻസ് പച്ചക്കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ചെന്നിട്ട് പണിയോട് പണി. അതിനിടയ്ക്ക് ഞാൻ കുറേ വർഷങ്ങളായിട്ട് അത്തപ്പൂവൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഇന്ന് കുറേ പൂ ഇന്നലെ ചേട്ടൻ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു തിരുവോണ ആശംസ എന്തെങ്കിലും എഴുതി വെക്കണമെന്നുണ്ട്. അപ്പോൾ അത് എഴുതിയിട്ട് അത് ഇനിയിപ്പം എൻ്റെ മോള് ചെയ്യുമോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇപ്രാവശ്യം യൂട്യൂബിൽ ഇങ്ങനെ ഒരു ചാനലൊക്കെ തുടങ്ങിയത് കാരണം പുതിയ പുതിയ കുറേ സമ്പ്രദായങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം പണ്ട് കാലത്ത് ഞാൻ ചെയ്തിരുന്നതാണ്. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ഓരോരോ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോയി നമുക്ക് അവരുടെയൊക്കെ കീഴിൽ ഡിപ്പെൻഡായിട്ട് നിന്ന് പുറം ലോകത്തെക്കുറിച്ച് ഒന്നും അറിയുക പോലും ചെയ്യാത്തൊരവസ്ഥയായിരുന്നു. ഒരു 7 വർഷക്കാലം ഒരു ലോട്ടറി ഏജൻസിയിൽ നിന്നിട്ട് അവിടെ ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പുറം ലോകത്ത് എന്താ നടക്കുന്ന പോലും നമുക്കറിയില്ല. രാവിലെ 10 മണിക്ക് കയറും, രാത്രി 9:30 ആകുമ്പോൾ ഇറങ്ങും. ഇതായിരുന്നു അവസ്ഥ. ഇന്നലെ ഉത്രാടമായിരുന്നല്ലോ. അപ്പം ഉത്രാടത്തിൻ്റെ അന്ന്
ഇവിടെ വേളോറോട്ടം മഹാദേവ ക്ഷേത്രത്തിൽ ഉത്രാട സദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. എല്ലായിടും ഒക്കെ വള്ളസദ്യ ഉത്രാട സദ്യ ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഈ ക്ഷേത്രത്തിലുണ്ടോ അതൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ അതുമായിട്ട് ബന്ധമില്ലാത്ത പോലെയായിരുന്നു 7 വർഷങ്ങൾ. തിരുവോണത്തിൻ്റെ അന്ന് വരെ ആ കടയിൽ ജോലിക്ക് പോയിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത്ര എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് കടയിലേക്ക് പോകും. അപ്പോൾ അത്രയും സ്വന്തം പോലെ നമ്മൾ കണ്ടു കൊണ്ടിടുന്നൊരു കടയായിരുന്നു അത്. പിന്നെ ലാസ്റ്റ് നമുക്ക് എത്ര ആത്മാർത്ഥത കൂടുതൽ നമ്മൾ കാട്ടും തോറും നമ്മളെ തള്ളി പുറത്തിരുന്നതിൻ്റെ ആഘാതവും കൂടുമെന്നാണല്ലോ എന്ന് പറഞ്ഞ പോലെയൊക്കെ കുറേ കാര്യങ്ങൾ. പിന്നെ അതൊന്നും നമ്മൾ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ശരി, ഒന്നിനെക്കുറിച്ചും അറിവില്ലാണ്ട് കഴിഞ്ഞ ഒരു 7 വർഷക്കാലം ഞാൻ കഴിഞ്ഞു. പക്ഷെ ഇപ്പം ഞാൻ അതിൽ നിന്നൊക്കെ സ്വതന്ത്രയായി സ്വന്തമായിട്ട് ലോട്ടറിയുടെ കച്ചവടം തുടങ്ങി. അതുകൊണ്ട് എന്താ ഇപ്രാവശ്യം തിരുവോണത്തിന് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റി, നാഗത്തന്മാരുടെ അടുത്ത് പോകാൻ പറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് അത്തപ്പൂടാനുള്ള ആഗ്രഹമുണ്ട്, അത് അവൾ ചെയ്തില്ലെങ്കിൽ എനിക്ക് ചെയ്യണം. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് സംഭവിച്ചു. എല്ലാത്തിനും ഈശ്വരനോട് നന്ദി പറയുന്നു. ഹായ് ഫ്രണ്ട്സ്, ഒരു കാര്യം കാണിക്കട്ടെ. ഇത് നോക്കിയേ, ഇത് കുറച്ച് പൂക്കളാണേ. ഇത് തുളസിത്തറ, അതിൻ്റെ ചുറ്റിനും കുറച്ച് പൂക്കൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് പൂക്കൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരത്തമാണ്. എന്ന് വെച്ചാൽ നമുക്കിവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഉള്ള സ്ഥലത്ത് കുറച്ച് പൂക്കൾ, അത്രയും പൂക്കളൊന്നും വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ്. അപ്പം അത് നമ്മൾ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, കാരണം എല്ലാവരും പൂക്കൾ വാങ്ങിയിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്, അപ്പോൾ ആർക്കും വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ പൂ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, പൂ കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം വൃത്തത്തിലൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ അത് നീളത്തിൽ അങ്ങോട്ടേക്ക് പൂക്കൾ നിരത്തി വെച്ചു. അത്തപ്പൂ എന്ന് പറഞ്ഞാൽ അത് പൂക്കൾ കൊണ്ട്, അത്തക്കളം എന്ന് പറഞ്ഞാൽ പൂക്കൾ കൊണ്ടുള്ള കരവിരുതാണല്ലോ. പലരും പല രൂപങ്ങളൊക്കെ വരയ്ക്കുന്നു, അല്ലെങ്കിൽ വൃത്തത്തിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് സ്ഥലമില്ലാഞ്ഞതുകൊണ്ട് ഞാനത് അങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ബൈ. എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണദിന ആശംസകൾ. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഒരു വീഡിയോ ചെയ്യാം. ഓക്കേ.